പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതിനു പിന്നാലെ ബംഗ്ലാദേശിലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ CPM പോളിറ്റ് ബ്യൂറോ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് CPM ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് മതമൗലികവാദികൾ ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യമിടുകയാണ്. ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നശിച്ചു. അവാമി ലീഗ് പാർട്ടിയുമായി ബന്ധമുള്ള 2 ഹിന്ദു നേതാക്കളെങ്കിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അക്രമം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും CPM പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കു നേരെ അക്രമ സംഭവങ്ങൾ പെരുകിയതോടെ ഹിന്ദുക്കൾ കടുത്ത ഭീതിയിലാണെന്നാണ് റിപ്പോർട്ട്. അക്രമ സംഭവങ്ങൾ പെരുപ്പിച്ചുകാട്ടി മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ വിദ്വേഷ പ്രചാരണങ്ങൾ അതിന് ആക്കം കൂട്ടുന്നു. ഇടക്കാല സർക്കാർ തങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ധാക്ക സർവകലാശാലയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ റാലി നടത്തി. ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് ഹിന്ദുക്കൾക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ വീണതോടെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായി. ജൂലൈ പകുതിയോടെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 200-ലേറെ ആക്രമണങ്ങൾ ബംഗ്ലാദേശിലുണ്ടായെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു. 17 കോടി വരുന്ന ബംഗ്ലാദേശ് ജനതയുടെ 8% ഹിന്ദുക്കളാണ്. അവരാണ് രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം. അതേസമയം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായി സ്ഥാനമേറ്റെടുത്ത നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച മോദി രാജ്യത്തെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത പ്രൊഫസർ മുഹമ്മദ് യൂനസിന് എന്റെ ആശംസകൾ. ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കി ബംഗ്ലാദേശ് വേഗത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനങ്ങളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വേണ്ടി 2 രാജ്യങ്ങളും പങ്കിട്ട ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 1971-ലെ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം നൽകിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് കാരണം. പ്രതിഷേധം ശക്തമായതോടെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും സംവരണം 5% കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും രാജ്യത്ത് പ്രതിഷേധം അവസാനിച്ചില്ല. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതി വളയുകയും പട്ടാളം അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തതോടെയാണ് പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞ് രാജ്യം വിടാൻ ഷെയ്ഖ് ഹസീന നിർബന്ധിതയായത്.